അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് എയിംസ് വരുന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്, ആരാണ് തടസ്സപ്പെടുത്തുന്നത്, എപ്പോൾ വരും, എല്ലാം നമുക്ക് ജമിനിയോട് ചോദിക്കാം. ജമിനി, നമ്മുടെ എയിംസ് കേരളത്തിൽ വരും പറയുന്നത് ആരാണ് കൊണ്ടുവരുന്നത്, എപ്പോൾ വരും? ഇത് ഹാരിസ് കേരളത്തിൽ എയിംസ് വരുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ താഴെ നൽകുന്നു. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. നിലവിലെ വിവരങ്ങൾ പ്രകാരം കേരളത്തിൽ എയിംസ് അനുവദിക്കുന്ന കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമായെങ്കിലും അത് എന്നത്തേക്ക് വരുമെന്നതിനെ കുറിച്ച് ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാന വിവരങ്ങൾ ചുരുക്കത്തിൽ: എപ്പോൾ വരും? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ വിവരാവകാശ മറുപടി പ്രകാരം 2026 മാർച്ചിന് ശേഷമേ കേരളത്തിന് എയിംസ് അനുവദിക്കുന്നത് പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ PMSSY നിലവിലെ ഘട്ടം 2026 മാർച്ചിലാണ് അവസാനിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കേരളത്തെ ഉൾപ്പെടുത്താനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ആരാണ് കൊണ്ടുവരുന്നത്? കേന്ദ്ര സർക്കാരാണ് എയിംസ് അനുവദിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ ഏകദേശം 150 ഏക്കറിലധികം ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിൽ തടസ്സങ്ങളില്ലെന്ന് സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കി. തടസ്സങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാർ സ്ഥലം സംബന്ധിച്ച തർക്കങ്ങൾ. കോഴിക്കോട് കിനാലൂരിലാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴ ജില്ലയ്ക്കായി വാദിക്കുന്നത് വലിയ ചർച്ചയായിട്ടുണ്ട്. ആലപ്പുഴ അല്ലെങ്കിൽ തൃശൂർ പരിഗണിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട്. പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്കായും പ്രാദേശികമായ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ. കേരളത്തിൽ ഏത് ജില്ലയിൽ എയിംസ് വരണമെന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലുള്ള ഏകോപനക്കുറവ് പദ്ധതി വൈകാൻ കാരണമായി ആരോപിക്കപ്പെടുന്നു. കേന്ദ്രത്തിന്റെ തീരുമാനം. കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായ ഇൻ പ്രിൻസിപ്പിൾ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിലെ സ്ഥിതി: കോഴിക്കോട് കിനാലൂരിൽ എയിംസിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ആലപ്പുഴയോ കോഴിക്കോടോ എന്ന തർക്കം കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എയിംസ് ഒരു പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറാനാണ് സാധ്യത. ഹാരിസ് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയും എയിംസിനായി വാദങ്ങൾ ഉയരുന്നുണ്ടല്ലോ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. എയിംസ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ കേരളത്തിന്? കേരളത്തിൽ ഒരു എയിംസ് വരുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് തന്നെ വഴിയൊരുക്കും. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ സാധാരണക്കാർക്ക് എയിംസ് കൊണ്ട് ലഭിക്കുന്ന മെച്ചങ്ങൾ താഴെ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. 1. ലോകോത്തര ചികിത്സ സൗജന്യ നിരക്കിൽ. എയിംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ ലഭ്യമാകുന്നു എന്നതാണ്. നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലെ വലിയ സ്വകാര്യ ആശുപത്രികളിലോ മാത്രം ലഭ്യമാകുന്ന ശസ്ത്രക്രിയകളും ചികിത്സകളും വളരെ കുറഞ്ഞ ചിലവിൽ ഇവിടെ ലഭിക്കും. 2. ഗവേഷണവും മെഡിക്കൽ വിദ്യാഭ്യാസവും. മികച്ച ഡോക്ടർമാർ. എയിംസ് വരുന്നതോടെ ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസം കേരളത്തിൽ ലഭ്യമാകും. ഇത് മികച്ച ഡോക്ടർമാരുടെ ഒരു നിരയെ തന്നെ കേരളത്തിൽ സൃഷ്ടിക്കും. ഗവേഷണം. പുതിയ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും മരുന്നുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും റീസെർച്ച് ഇവിടെ നടക്കും. ഇത് കേരളത്തിന്റെ ആരോഗ്യ സൂചികയെ ഇനിയും ഉയർത്തും. 3. സ്പെഷ്യലൈസ്ഡ് ചികിത്സാ വിഭാഗങ്ങൾ. ഹൃദ്രോഗം, അർബുദം, ക്യാൻസർ, ന്യൂറോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചികിത്സ ലഭ്യമാകും. അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള സങ്കീർണമായ ചികിത്സകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. 4. തൊഴിലവസരങ്ങൾ. ഒരു എയിംസ് വരുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും മാത്രമല്ല, ആയിരക്കണക്കിന് മറ്റ് ജീവനക്കാർക്കും നോൺ മെഡിക്കൽ സ്റ്റാഫ് ജോലി ലഭിക്കും. ഇത് പ്രാദേശികമായി വലിയൊരു തൊഴിൽ വിപണി തുറക്കാൻ സഹായിക്കും. 5. അനുബന്ധ വികസനം. എയിംസ് വരുന്ന പ്രദേശത്ത് റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, ഹോട്ടലുകൾ, ഫാർമസികൾ തുടങ്ങി വലിയൊരു സാമ്പത്തിക വളർച്ച തന്നെ ഉണ്ടാകും. ഇത് ആ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. 6. മെഡിക്കൽ ടൂറിസം. കേരളം ഇതിനോടകം തന്നെ മെഡിക്കൽ ടൂറിസത്തിന് പേരുകേട്ടതാണ്. എയിംസ് കൂടി വരുന്നതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് വരും. കുറിപ്പ്: ഹാരിസ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് കേരള സർക്കാർ ഏതെങ്കിലും രീതിയിൽ തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ എയിംസ് വരുന്നതുമായി ബന്ധപ്പെട്ട്? ഹാരിസ് ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ വെച്ച് നോക്കിയാൽ കേരള സർക്കാർ എയിംസ് വരുന്നതിനെ തടയാൻ ശ്രമിച്ചിട്ടില്ല. മറിച്ച് പദ്ധതിക്കായി സജീവമായി രംഗത്തുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ പദ്ധതി വൈകുന്നതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ തർക്കങ്ങളും മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം താഴെ നൽകുന്നു. 1. സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സ്ഥലം കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ
50 ഏക്കറിലധികം ഭൂമി സംസ്ഥാന സർക്കാർ ഇതിനകം ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി വേണ്ട ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്രത്തോട് ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും പലതവണ നേരിട്ട് കേന്ദ്രമന്ത്രിമാരെ കണ്ട് കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിനാലൂർ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്നാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നിലപാട്. 2. തർക്കങ്ങൾ എവിടെയാണ്? പദ്ധതി തടയുന്നു എന്നതിലുപരി എവിടെ വരണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. കേന്ദ്രത്തിന്റെ വാദം. കേരളത്തിന് എയിംസ് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുകൂലമാണെങ്കിലും നിലവിലെ ഘട്ടത്തിൽ ഫേസ് പുതിയ എയിംസുകളൊന്നും അനുവദിച്ചിട്ടില്ലെന്നും അടുത്ത ഘട്ടത്തിൽ 2026 മാർച്ചിന് ശേഷം മാത്രമേ ഇത് പരിഗണിക്കാൻ കഴിയൂ എന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ നിലപാട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിലോ തൃശൂരിലോ വരണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച കോഴിക്കോട് എന്ന തീരുമാനത്തിന് വിരുദ്ധമായതിനാൽ പദ്ധതി വൈകാൻ കാരണമായേക്കാം എന്ന് ചിലർ വിമർശിക്കുന്നു. മറ്റ് ജില്ലകളുടെ ആവശ്യം. പാലക്കാട്, കാസർഗോഡ്, തിരുവനന്തപുരം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യ സംഭവം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കമന്റിലൂടെ പറയാം.